ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ എൻ്റെ നെയിം വരുൺ. ഞാൻ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് ദുബായിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദുബായിലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാലറീസ് ആണ്. നമ്മൾ ഡയറക്റ്റായിട്ട് സാലറീസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എസ്പെഷ്യലി ദുബായ് എടുത്തു കഴിഞ്ഞാൽ ദുബായിലെ സാലറീസിനെ മെയിൻലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഇൻഡസ്ട്രി. സോ ഓരോ കമ്പനിയുടെ ഇൻഡസ്ട്രി മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജ് മാറാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഒരു ഫൈനാൻസിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇൻഡസ്ട്രിയിലും കിട്ടുന്ന ആ ഒരു കമ്പനിയുടെ റവന്യൂ അല്ലെങ്കിൽ ആ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഓരോ ഇൻഡസ്ട്രി മാറുന്നതനുസരിച്ചും നമ്മുടെ സാലറി പാക്കേജ് മാറാം. ഓക്കെ, സോ പിന്നീട് വരുന്നൊരു ഫാക്ടറാണ് നമ്മളുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് നമുക്കൊരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജും, അതല്ലാതെ ജസ്റ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ് മാത്രം മേ ബി ആഫ്റ്റർ +2 അല്ലെങ്കിൽ ആഫ്റ്റർ 10th ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജും ഡിഫറൻ്റ് ആയിരിക്കും. സോ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്കിപ്പം രണ്ടുപേർ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടുപേരും കിട്ടുന്ന സാലറി പാക്കേജസിനെ പല പല ഫാക്ടേഴ്സ് ഇങ്ങനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് നമ്മളുടെ സാലറീസിനെ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, വളരെ വൈഡായിട്ടുള്ള ഒരു ഫീൽഡാണ്. അവിടെ തന്നെ പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നപ്പോൾ SEOയിലാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നപ്പോൾ പെയ്ഡ് മീഡിയയിലാണെന്നുണ്ടെങ്കിൽ, പെയ്ഡ് മീഡിയ മീൻസ് എന്താണ്, നമ്മളുടെ മെറ്റാഡ് ക്യാമ്പയിൻസും ലൈക്ക് ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസും അങ്ങനെ പെയ്ഡ് മീഡിയാസ്. സോ അതല്ല, ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും അവിടെ കിട്ടുന്ന സാലറീസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളുടെ ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ കമ്പനിയുടെ സെയിൽസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഇപ്പം SEO ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു SEO സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ SEO നമുക്കൊരു നമ്മുടെ കമ്പനിയിൽ ഒരു SEO പരമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു മിനിമം ഒരു 6 മന്തെങ്കിലും എടുക്കും. ഓക്കെ, പക്ഷേ ഒരു പെയ്ഡ് മീഡിയ, അതായത് ഒരു പെയ്ഡ് മീഡിയ സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് നമ്മൾ ഇപ്പം ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസ് വഴി അല്ലെങ്കിൽ നമ്മളുടെ മെറ്റാഡ് ക്യാമ്പയിൻസ് വഴി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം B2B ആണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ക്യാമ്പയിൻസ് ഒക്കെ വഴി നമുക്ക് പെട്ടെന്നൊരു എൻക്വയറി കൊണ്ടുവരാനും ഒക്കെ നമുക്ക് നമ്മളുടെ ടീമിൽ നല്ലൊരു സെയിൽസ് ടീം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് എന്താണ് ഒരു റവന്യൂ ആക്കി മാറ്റാനും പറ്റും. അപ്പം നമ്മൾ ഈ പല പല ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്തും ഈ നമ്മളുടെ ഒരു കമ്പനിയുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ എന്താണ് സെയിൽസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അളവ് അനുസരിച്ചിരിക്കും നമുക്ക് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടുന്ന ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന സാലറീസ് അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന് കിട്ടുന്ന സാലറീസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ കമ്പനീസിൻ്റെ ഇൻഡസ്ട്രിയും നമ്മളുടെ സ്കിൽസും നമ്മളുടെ എഡ്യൂക്കേഷൻസും എല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരിക്കും. ദുബായിൽ ഒരു ഫ്രഷർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി, ഫ്രഷർ മീൻസ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചു, അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പ് നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയോ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതെന്താണ് ഒരു എൻട്രി ലെവൽ ജോബിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സാലറി പാക്കേജ്. സോ ഞാൻ ഈ സാലറി പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ എയ്ഡിലായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളൊരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 AED ടു ഒരു 5,000 AED. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിന് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു സാലറി പാക്കേജ് കിട്ടാം. ഓക്കെ, ബട്ട് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നീട് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, അവിടെ ഒരു 2-3 വർഷമൊക്കെ വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പിന്നീട് നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അതായത് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ദുബായിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 6,000 AED ടു ഒരു 12,000 AED വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു സാലറി പാക്കേജ് വരുന്നത് ഒരു മിഡ് ലെവൽ അല്ലെങ്കിൽ എന്താണ് ഒരു സീനിയർ ലെവൽ എംപ്ലോയീസിനായിരിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്താണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമ്മളുടെ ടീമിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് സാലറി പാക്കേജ് കൂടുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതനുസരിച്ചായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഫ്രഷറാകുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ഒരു മാനേജർ പറയുന്നു, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു സീനിയർ ലെവൽ അല്ലെങ്കിൽ ഒരു മിഡ് മാനേജർ ലെവൽ വരുന്ന സമയത്ത് നമ്മളുടേതായ സ്കിൽസും നമ്മളുടേതായ സ്ട്രാറ്റജീസൊക്കെ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ ഒരു സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നത്.
ഒരു മാനേജർ ലെവൽ, അതായത് ഒരു മോർ ദാൻ ഒരു എന്താണ് ഒരു 5 to 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എത്ര സാലറി നമുക്ക് ദുബായിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒരു 12,000 to ഒരു 20,000 വരെ നമുക്ക് ദിറംസിൽ നമുക്ക് സാലറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ദുബായ് അല്ലെങ്കിൽ വേറൊരു GCC കൺട്രീസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 4 മാസത്തെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് AI കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നമ്മളിപ്പം ദുബായെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുബായിൽ ഒരു സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചല്ല. അതായത് ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനവിടെ 2 വർഷം വർക്ക് ചെയ്തു. അപ്പം പിന്നീട് ഞാൻ വേറൊരു കമ്പനിയിൽ ഒരു ബെറ്റർ സാലറിക്ക് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ നമ്മളുടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്കിൽസ്, നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും സ്കിൽസ് പഠിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തോ എന്നൊക്കെയാണ് അവർ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പേഴ്സണൽ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് അവർ കിട്ടിയ ഒരു ഫസ്റ്റ് സാലറിയിൽ തന്നെ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ആ സെയിം സാലറിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പം അതായത് ഇപ്പം നിങ്ങൾ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ലൊരു സാലറിയൊക്കെ നല്ലൊരു ഗ്രോത്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് സ്കിൽ സ്റ്റാക്കിങ് എന്നുള്ളത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ SEO അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻസ് അറിയാം. ഓക്കെ, പക്ഷേ എനിക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് അറിയത്തില്ല എന്ന് കരുത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം AI യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇമെയിൽ ഓട്ടോമേഷൻ ചെയ്യാൻ അറിയത്തില്ല എന്ന് കരുത്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ സ്കിൽസ് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു 2 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ ഉള്ള സ്കില്ലിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വേറെ സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിൽ നമ്മൾ 2 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ നമ്മളൊരു നെക്സ്റ്റ് ജോബിന് പോകുന്ന സമയത്ത് നമുക്ക് പറയാം, ഓക്കെ ഇപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ അറിയാം. ഓക്കെ, എനിക്ക് ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസും ഇമെയിൽ ഓട്ടോമേഷനും AI ടെക്നോളജീസും എല്ലാം എനിക്കറിയാം. ഓക്കെ, അപ്പം നമുക്കിപ്പം കിട്ടുന്ന സാലറി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് നമ്മളുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ലിമിറ്റേഷൻ. ഓക്കെ, അതായത് ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി അവർക്ക് തരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഓക്കെ, അതിന് ചിലപ്പോൾ പല ഫാക്ടേഴ്സ് കാണും. ചിലപ്പോൾ ആ കമ്പനീസിൽ അത്രത്തോളം ഗ്രോത്ത് കാണത്തില്ല, അല്ലെങ്കിൽ ആ കമ്പനീസിൽ അത്രത്തോളം പ്രൊഡക്റ്റോ സെയിൽസോ കാണത്തില്ല. ഓക്കെ, അപ്പം നമുക്കവിടെ വളരെ ഒരു ലോജിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി തരാൻ പറ്റുന്ന ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്ത് മാറുക എന്നുള്ളതായിരിക്കും. ഓക്കെ, പക്ഷേ സ്റ്റിൽ ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ സ്കിൽസിന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ വേറൊരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാലറി അവർ തരത്തുള്ളൂ. ഓക്കെ, പിന്നീട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് സെറ്റ്, ഓക്കെ, ഇപ്പം നമ്മൾ വേറെ ഫീൽഡ് പോലല്ല. അതായത് ഇപ്പോൾ ഫൈനാൻസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു MCOM പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ ആ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിൽ പഠിക്കുകയാണെന്ന് കരുതുക, ഒരു 3 മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ ഒരു 4 മാസത്തെ കോഴ്സോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 6 മാസത്തെ കോഴ്സോ പഠിച്ചിറങ്ങുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ ആ ഒരു അക്കാഡമിയിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കിവിടെ നമ്മൾ കയറുന്ന ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും പല പുതിയ അപ്ഡേറ്റ്സ് വരുന്നൊരു ഫീൽഡാണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിറങ്ങിയ ആ ഒരു സ്കിൽസ് മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ പുതുതായിട്ട് വരുന്ന പല കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ബെറ്റർ സാലറി കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ഒരു ലോങ് ടേം കരിയർ ഗോളിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പ്രാക്ടിക്കലായി പഠിച്ച് നല്ലൊരു ജോബിന് കയറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.